ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൂറത്തുൽ ഇൻഷിഖാഖിൻ്റെ രണ്ടാമത്തെ പാഠഭാഗം. അപ്പോൾ നമുക്ക് എട്ടാമത്തെ പാഠഭാഗത്തിൻ്റെ കൂടെ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ രണ്ടാമത്തെ പാർട്ടാണെന്നുള്ളൂ, രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് വന്നിക്കുക എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഉസ്താദിൻ്റെ ഖിറാഅത്ത് ബാക്കി കേൾക്കാം. ഓതിയാലോ ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا أقسم അവിടെയുണ്ട് അവിടെയുണ്ട് ട്ടാ. فلا أقسم بالشفق والليل وما وسق والليل وما وسق والقمر إذا اتسق والقمر إذا اتسق لتركبن طبقا عن طبق. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ لتركبن طبقا عن طبق فما لهم لا يؤمنون وإذا قرئ عليهم القرآن لا يسجدون. باقي قرأ. بل الذين كفروا يكذبون والله أعلم بما يوعون فبشرهم بعذاب أليم إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. Okay. بل الذين كفروا يكذبون والله أعلم بما يوعون فبشرهم بعذاب أليم إلا الذين آمنوا Okay. إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. صدق الله العظيم. അപ്പോൾ ഇവിടെ ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞത്, അവിടെ തിലാവത്തിൻ്റെ ആയത്ത് വന്നപ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യണം, സുജൂദ് ചെയ്യണം. അതിനാണ് ഇവിടെ ഒരു പള്ളിൻ്റെ മിനാരം പോലെ നമുക്കൊരു ചിഹ്നം തന്നിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് വരാറുണ്ട് ഇതെന്തിനെ സൂചിപ്പിക്കുന്നു. ഇത് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യണം എന്നത് നമുക്ക് അറിയിക്കാനാണ് ഈ ചിഹ്നം ഇവിടെ ഇടുന്നത്. തിലാവത്തിൻ്റെ സുജൂദ് ഇങ്ങനെ ഖുർആനിൽ 14 സ്ഥലങ്ങളിലാണ് വന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ, നമുക്ക് എക്സാമിന് വരാം. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, എന്തിൻ്റെ അടയാളമാണെന്നൊക്കെ വന്നാൽ ഇവിടെ സുജൂദ് ചെയ്യണം എന്ന് മനസ്സിലാക്കാനാണ്. ഇത് തിലാവത്തിൻ്റെ ആയത്താണ്, സുജൂദ് ചെയ്യേണ്ട ആയത്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എഴുതാം. ഇനി നമുക്കിതിൻ്റെ വർക്ക് നോക്കാം. ഈ പാഠഭാഗത്തിൽ നമുക്ക് വന്ന വർക്ക് എന്താണ്, തർക്കീഖു റാഇനെ തർക്കീക്ക് ചെയ്യണം. റാഇനെ തർക്കീക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ റാഇന് തർക്കീക്ക് തഫീം എന്നീ 2 സന്ദർഭങ്ങളുണ്ട്. അതായത് റാഇനെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ വായ നിറയെ ശബ്ദം ഉണ്ടാവുന്നതിന് തഫീം എന്ന് പറയും. വായയിൽ ശബ്ദമില്ലാതെ, നിറയെ ശബ്ദമില്ലാതെ നേർപ്പിച്ച് പറയുന്നതിനാണ് തർക്കീക്ക് എന്ന് പറയാം. അപ്പോൾ അതാണ് നമ്മളിന്നിവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ സന്ദർഭങ്ങളിലാണ് തർക്കീക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് വലിയ ക്ലാസ്സുകളിലൊക്കെ തജ്വീദിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാൽ മതി, എന്താണ് തർക്കീക്ക്, എങ്ങനെയാണ് ഓതേണ്ടതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മളെന്താണ്, അപ്പോൾ ഇവിടെ റാഇന് സുക്കൂന് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫിർഹൂന്ന് വായ നിറയെ ശബ്ദം ഉണ്ടാക്കുന്ന രീതിയിൽ ഓതരുത്. വസ്തഗ്ഫിർഹു ഫിർഹു അങ്ങനെയാണ് അവിടെ ഓതേണ്ടത്, മനസ്സിലാക്കുക. ഫിർഹു. അപ്പോൾ ഇതിന് കാരണം ഞാൻ ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം, പഠിക്കൊന്നും വേണ്ട. ഈ റാഇൻ്റെ മുമ്പ് കസറ വന്നതുകൊണ്ടാണ് ഇതിനെ തർക്കീക്ക് ചെയ്തത്, മനസ്സിലായില്ല. ഇനി അടുത്തതാ അതുപോലെ തന്നെ ഫിർദൗസി, ജന്നാത്തുൽ ഫിർദൗസ് എന്നല്ല, ജന്നാത്തുൽ ഫിർദൗസ്. അതും അങ്ങനെ തന്നെ റാഇന് മുമ്പ് കസർ വന്നതുകൊണ്ടാണ് ഇവിടെ റാഇനെ തർക്കീക്ക് ചെയ്തത്.
അടുത്തതാ വ ഇദാ കുരിഅ കുരിയ കുരിയ. ഇവിടെ എന്താണ്? റായിൻ്റെ ഹർക്കത്ത് കസറാണ്. അപ്പോൾ അവിടെ റായിനെ രീ എന്ന് നമ്മൾ നേർപ്പിച്ച് പറയണം. കുറി കുറി ആ എന്ന് പറയുമോ? റായിനെ നമ്മൾ റാ റീ റൂ എന്നാണോ പറയൽ? അല്ല, റാ രീ റൂ. റാ റൂ പറയുമ്പോൾ എന്ത് ചെയ്യണം? വായ നിറയെ ശബ്ദം ഉണ്ടാവണം. രീ എന്ന് പറയുമ്പോൾ നേർപ്പിക്കണം. ഇവിടെ റായിന് കസറായതുകൊണ്ടാണ് തർക്കീക്ക് ചെയ്തത്. ഇവിടൊക്കെ എന്താണ്? സുക്കൂനുള്ള റാ ആണ്, അതിൻ്റെ മുമ്പ് കസറായതുകൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെന്താണ്? ഇതാ മിർഫക മിർഫക. അപ്പോൾ ഇവിടെ രാ ര് മിർ കസറ് വന്നു. റായിൻ്റെ സുക്കൂനുള്ള റായിന് മുമ്പ് കസറ് വന്നു, അതുകൊണ്ടാണ് മിർഫക എന്ന് ഓതിയത് റാ. അടുത്തത് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഫിര് ഔൻ ഫിര് ഔൻ റായിന് മുമ്പ് കസറ് വന്നു. അപ്പോൾ ഇവിടെ റായിനെ തർക്കീക്ക് ചെയ്യുന്ന 2 സന്ദർഭങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തന്നത്. അപ്പോൾ അതവിടെ ഓതുന്ന രീതി മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഓതേണ്ട സ്ഥലത്ത് അങ്ങനെയാണ് ഓതേണ്ടത് എന്ന് മനസ്സിലാക്കുക. കുരി ആ ഫിര് ഔന് മിർഫക്ക ഫിരുദൗസി വസ്തഗ്ഫിരുഹു അങ്ങനെ ഓതണം എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇനി എന്താണ്? ഇഖ്ഫ ഖബ്ല തോ. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിരുന്നു അല്ലേ? ഇവിടെ നൂന് ശേഷം തോ തോലിക്കൂ തോലിക്കൂ. അപ്പോൾ ഇവിടെ തോ വന്നു. പിന്നെ എന്താണ്? മിൻ തൊയ്യിബാത്തി നൂന് ശേഷം തോ. അത് മിൻ തീനി നൂന് ശേഷം തോ. ലൈലൻ തൊവീല തൻവീന് ശേഷം തോ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ എന്താണ്? തർക്കീക്കു റാ താഴെയുള്ള ഈ സൂറത്തിൽ വന്നത് അടയാളപ്പെടുത്താനാണ്. അപ്പോൾ ഇവിടെ കുട്ടികളെ കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ ബുക്കായതുകൊണ്ട് അവർ എല്ലാ സ്ഥലത്തും റായിന് കസറ് വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുകാണ്ട് ആരും അടയാളപ്പെടുത്തണ്ട. മനസ്സിലായില്ല? നമുക്ക് ഫസ്റ്റ് മുതൽ നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ 2 സന്ദർഭങ്ങൾ മനസ്സിലാക്കുക. ഒന്ന് റായിന് കസറ് വന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടെ തർക്കീക്ക് ചെയ്യണം. പിന്നെ ഇവിടെ ഫത്തഹാണ്, അത് വേണ്ട. അവിടെ തഫീമാണ്. നമുക്കിവിടെ തഫീം പഠിക്കാനില്ലാത്തതുകൊണ്ട് അത് വേണ്ട. തർക്കീക്കാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ റായിന് കസറ് വന്നിട്ടുണ്ട്, അപ്പോൾ അവിടെ തർക്കീക്ക്. പിന്നെ എവിടെയാണ് റാ ഉള്ളത് ആദ്യം നോക്കാം. റാ നോക്കുക. ഇവിടെ റാ കസറ് വന്നിട്ടുണ്ട്, അപ്പോൾ അവിടെ തർക്കീക്ക്. പിന്നെ എവിടെയാണ്? യഹ്റുജു ലൊമ്മാണ്, വേണ്ട. നമുക്ക് കസറ വേണം, അല്ലെങ്കിൽ സാക്കിനായ റാ വേണം. അതിൻ്റെ മുമ്പ് ഇവിടെ വേണ്ട, ഇവിടെയും വേണ്ട. റാ ഫത്തഹാണ്, അതൊന്നും വേണ്ട കേട്ടാ. ഇനിതാ ലക്കാദിർ എന്നാണ്. പക്ഷെ അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? സുക്കൂന് വരും. ലക്കാദിർ കാദിർ. അതിന് മുമ്പ് സുക്കൂനുള്ള റാ, അതിന് മുമ്പ് കസറ വന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടെ തർക്കീക്കാണ്. അതേപോലെ തന്നെ ഇതാ വസ്സറായിർ, അവിടെയും തർക്കീക്കാണ് വരിക. പിന്നെ എവിടെയാണ്? നാസിർ നാസിർ. അപ്പോൾ അതൊക്കെ വഖഫ് കാരണം സുക്കൂന് വരുന്നു, അതിന് മുമ്പ് കസറം വന്നു, അങ്ങനെ തർക്കീക്കാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. എക്സാമിന് റായിനെ തർക്കീക്ക് ചെയ്തതിന് ടിക്ക് ചെയ്യുക. ഉദാഹരണം 2 തരും. അതായത് റജഹി എന്നതും നാസിർ എന്നും തന്നാൽ റായിനെ തർക്കീക്ക് ചെയ്തത് ഏതാണെന്ന് വെച്ചാൽ കസറുള്ള റാ, അല്ലെങ്കിൽ സാക്കിനായ സുക്കൂനുള്ള റാ, അതിന് മുമ്പ് കസറ വന്ന റാ, അത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടികൾ ടിക്ക് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ എത്രയാണ് ഈ സൂറത്തിൽ നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ ഖുർആന് ഓതുന്നത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. തർക്കീക്കിൻ്റെ സന്ദർഭം എങ്ങനെ വരുന്നത്, എങ്ങനെയാണ് അപ്പോൾ ഓതേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ പാഠത്തോടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഫബശ്ശിരുഹും, അവിടെ റായിന് സുക്കൂനുള്ള റാ മുമ്പ് കസറ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പാഠത്തോടെ കൂടി തർക്കീക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അത് കുട്ടികൾ മനസ്സിലാക്കണം. ഓതുമ്പോൾ ഫബശ്ശിരുഹും അവിടെ തർക്കീക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഓതണം. അപ്പോൾ ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എന്തേ പറയുന്നതിലൊക്കെ മാറിപ്പോകുന്നതോ തെറ്റായി പോകുന്നതോ കട്ട് ചെയ്യുന്നതിൽ കൂടി പോകുന്നതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണം. തെറ്റുകൾ സംഭവിക്കാം, മനഃപൂർവ്വം വരുന്നതല്ല, സാഹചര്യം കൊണ്ടും സന്ദർഭം കൊണ്ടും ആയിപ്പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.